കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ കൂടി വേൾഡ് വൈഡിൽ നിന്ന് കിട്ടുമ്പോൾ എമ്പുരാൻ എന്ന സിനിമ എത്തി നിൽക്കുന്നത് 235 കോടി എന്ന മാജിക് നമ്പറിലാണ്. ഇനി ഏതൊക്കെ രീതിയിലേക്ക് എമ്പുരാന്റെ കളക്ഷൻ പോകുമെന്നാണ് പലരും ആലോചിക്കുന്നത്. കളക്ഷനിൽ ഇടിവുകൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം നിരവധി പ്രേക്ഷകർ ഈ ചിത്രം കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ കളക്ഷനിൽ ചെറിയായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. കേരള ബോക്സ് ഓഫീസിൽ കളക്ഷൻ പരിശോധിച്ചാലും അത് നിങ്ങൾക്ക് തന്നെ ട്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനപ്പുറം വരാൻ പോകുന്ന വീക്കെൻഡ് ദിവസങ്ങളിൽ എമ്പുരാന് എത്രമാത്രം ഇംപ്രൂവ്മെന്റ് സാധിക്കുമെന്നതൊക്കെ നോക്കിക്കാണുകയാണ്. എന്നിരുന്നാലും മികച്ച കളക്ഷനാണ് ഈ ഡേയ്സിലും എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 8ാം ദിവസം പോലും 5.8 കോടിയാണ് വേൾഡ് വൈഡിൽ നിന്നും എമ്പുരാൻ നേടിയെടുത്തിരിക്കുന്നതും. ആദ്യ ദിവസം 67 കോടി, 2ാം ദിവസം 34.5 കോടി, 3ാം ദിവസം 35 കോടി, 4ാം ദിവസം 39.1 കോടി, 5ാം ദിവസം 26.2 കോടി, 6ാം ദിവസം 17.5 കോടി, 7ാം ദിവസം 9.4 കോടി, 8ാം ദിവസം 5.8 കോടി. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡിൽ നിന്നും 8 ദിവസത്തിന്റെ കണക്കെടുക്കുമ്പോൾ 235 കോടി എമ്പുരാൻ വേൾഡ് വൈഡിൽ നിന്നും സ്വന്തമാക്കിയെന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. അതേപോലെ തന്നെ കേരള ബോക്സ് ഓഫീസിലേക്ക് വരികയാണെങ്കിൽ എമ്പുരാൻ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 70 കോടിയുടെ അടുത്ത് എത്തി നിൽക്കുന്നു. ചെറിയ കുറച്ച് നമ്പറുകൾ മതി 70 കോടി മറികടക്കാൻ. ഇന്നത്തെ ദിവസം തന്നെ 70 കോടി മറികടന്നിരിക്കും, അതുറപ്പാണ്. 9ാം ദിവസം എത്തുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ 2 കോടിക്കടുത്താണ് എമ്പുരാന്റെ കളക്ഷൻ. അതും ഒരു ബിഗ് നമ്പർ തന്നെ. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും എമ്പുരാന്റെ വിശേഷങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറയുകയാണ്. അണിയറ പ്രവർത്തകർ ചിത്രത്തിലെ സർപ്രൈസിംഗ് ചില കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയാണ് എന്നതും അത്ഭുതകരമായ ഒരു കാര്യമാണ്. നമ്മൾക്ക് ആർക്കും അറിയാത്ത ഒരു കണക്ഷൻ ഇന്നേ ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്തി. കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് ആന്റണി പെരുമ്പാർ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പോസ്റ്റർ പങ്കുവച്ചിരുന്നു. ഇന്നിതാ ആന്റണിയുടെ മകൻ ഈ ചിത്രത്തിൽ അഭിനയിച്ച വിവരം നമ്മൾ സിനിമ കണ്ടപ്പോൾ അറിഞ്ഞതാണ്. ആ ക്യാരക്ടർ പോസ്റ്റർ കൂടി എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ഈ കണക്ഷൻ നമുക്ക് പിടികിട്ടിയതും. ആന്റണി പെരുമ്പാറിന്റെ മകനായ ആശിഷ് ജോ ആന്റണിയും ഈ സിനിമയിൽ എത്തിയപ്പോൾ ഒരു ക്യാരക്ടർ പോസ്റ്ററായി തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ചെക്കനും ഒരു ഇമ്പോർട്ടന്റ് കഥാപാത്രം അടുത്ത പാട്ടിലും പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ആന്റണി റാവുത്തർ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. നേരത്തെ ചിത്രത്തിന്റെ ട്രെയിലറിൽ ഇറങ്ങിയപ്പോൾ മുതൽ കൗതുകമുണർത്തിയ കഥാപാത്രമായിരുന്നു ഇത്. എന്നാൽ ക്യാമിയോ ആയിട്ടാണ് പടത്തിൽ ആശിഷിന്റെ ക്യാരക്ടർ എത്തുന്നത്. പേര് വെളിപ്പെടുത്തിയിരുന്നില്ല ചിത്രത്തിൽ. അതേസമയം കഥാപാത്രത്തിന്റെ പേര് പുറത്തു വന്നതോടെ ചിത്രത്തിൽ ആന്റണി പെരുമ്പാവൂർ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ മകനാണോ ഇത് എന്ന സംശയം ഉയർന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഉറപ്പാണല്ലോ, പേരിൽ തന്നെ അത് വ്യക്തവുമാണ്. ഡാനിയൽ റാവുത്തർ എന്നാണ് ആന്റണി പെരുമ്പാവൂരിന്റെ ക്യാരക്ടർ. ഇപ്പോൾ മകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേരാകട്ടെ ആന്റണി റാവുത്തർ. സിനിമയിലും മകൻ തന്നെ എന്ന് പ്രേക്ഷകർ അടിവരയിടുകയാണ്. ഇതൊക്കെ കൂടാതെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ എമ്പുരാനെ കുറിച്ച് പറയുന്ന ഓരോ വാക്കുകളും ഇപ്പോൾ പലരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ അതിന്റെ പിന്നാമ്പുറത്ത് നടന്ന കാര്യങ്ങൾ പ്രേക്ഷകർക്കും അറിയാനുള്ള കൗതുകം കൂടിക്കഴിഞ്ഞു. അത് തന്നെ എമ്പുരാനിൽ ഏറ്റവും കൂടുതൽ കയ്യടിയും ഗൂസ്ബമ്പും ഉണ്ടാക്കിയ സീനിനെ കുറിച്ച് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നത് ജംഗിൾ ഫൈറ്റ് തന്നെയാണ്. ഈ സീനിലൊക്കെ ഗംഭീരമായി ആർട്ട് വർക്ക് ചെയ്ത് അതിലൂടെ കയ്യടി നേടുന്ന ആർട്ട് ഡയറക്ടറാണ് മോഹൻദാസ്. എമ്പുരാൻ സിനിമയിലെ ഓരോ രംഗങ്ങളും ഒന്നിലൊന്ന് മികവുറ്റതാകുന്നതിൽ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എടുത്ത റിസ്ക് ചെറുതല്ല എന്നതാണ്. ഇപ്പോൾ ചിത്രത്തിൽ കാടിനകത്ത് എൽ ഷേപ്പിൽ കത്തുന്നതിനായി കാണിച്ച മരത്തെക്കുറിച്ച് പറയുകയാണ് മോഹൻദാസും. എൽ ഷേപ്പിൽ ഒരു മരം കത്തുന്ന സീനുണ്ട്. അതിൽ ഉപയോഗിച്ച മരം എൽ ഷേപ്പിൽ ഉള്ളതല്ല, അതൊരു ഫുൾ മരം തന്നെയാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്തതായിരുന്നു. ഒറിജിനൽ ഫോറസ്റ്റിന്റെ അകത്ത് തന്നെയായിരുന്നു ആ സീൻ ഷൂട്ട് ചെയ്തത്. പക്ഷേ ഒറിജിനൽ മരം കത്തിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഫയർ പ്രൂഫ് ആയിട്ടുള്ള ഫൈബർ ഉപയോഗിച്ച് ഒരു മരം ഉണ്ടാക്കിയിരുന്നു. പിന്നെ അതിനകത്ത് ഇലകളും മറ്റും സെറ്റ് ചെയ്യുകയായിരുന്നു. ഇലകളും സാധനങ്ങളും ഒക്കെ ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തതായിരുന്നു. പക്ഷെ കാട്ടിൽ നിന്നുള്ള സീനായിരുന്നതുകൊണ്ട് വേറെയും സാധനങ്ങൾ വേണമായിരുന്നു. അടിക്കാടുകൾ വേണമായിരുന്നു. അടിക്കാടുകളൊക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്തതായിരുന്നു. ആ മരം ഉണ്ടാക്കിയ ശേഷം നമ്മൾ അതിനകത്ത് സ്പെഷ്യൽ എഫക്ട്സ് ടീമുകളെ കൊണ്ട് ഗ്യാസ് കണക്ഷൻ കൊടുപ്പിക്കുകയായിരുന്നു. എന്നിട്ട് കത്തിച്ചു. അതുകൊണ്ടാണ് ഒരേ അളവിൽ കത്തിയത്. സൊല്യൂഷൻ ഒഴിച്ചിരുന്നെങ്കിൽ കത്തുന്നത് ഒരേ അളവിൽ കിട്ടില്ലായിരുന്നു എന്ന് മോഹൻദാസ് പറയുന്നുണ്ട്. പക്ഷേ ആ സീനിൽ ഏറ്റവും കൂടുതൽ എലിവേറ്റ് ചെയ്തതും ആ ബാക്കിൽ കത്തുന്ന തീ തന്നെയായിരുന്നു. പിന്നെ ഷാഡോയിൽ വന്ന മോഹൻലാലും ഏറ്റവും മികച്ച ഇമ്പാക്ട് ഉണ്ടാക്കിയതും കോരിത്തിരിപ്പിച്ചതുമായ ആ സീൻ.